തുള്ളിക്കളിച്ചങ്ങനെ വരികയാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ. പേരുകേട്ട തഴക്കവും പഴക്കവുമുള്ള സ്വകാര്യ ബസ്. അതിലൊന്ന് കയറിയിട്ട് തന്നെ കാര്യം. ഒരു നൂറ്റാണ്ടിൻ്റെ തെരഞ്ഞെടുപ്പോടുകൂടി, കൃത്യമായി പറഞ്ഞാൽ 105 വർഷത്തെ പാരമ്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇതാണ് ഗോപാലകൃഷ്ണൻ. പാലക്കാട്ടുകാരനല്ലേ? 105 വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ബസ് യാത്ര ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതൊരു ഹിസ്റ്ററിയാണ്. സാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരു ഹിസ്റ്ററിയെക്കുറിച്ച്. എന്തായാലും ഒത്തിരി സന്തോഷം. ഒരു 105 വർഷം പഴക്കമുള്ള ഈ പാലക്കാട് ഇത്രയും പഴക്കമുള്ള ബസ് ഉണ്ടോ? എൻ്റെ അറിവിലില്ല എന്നാണ് തോന്നുന്നത്. കഥകളേറെ പറയാനുണ്ട് ഗോപാലകൃഷ്ണന്. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ആദ്യമായി യാത്രക്കാരുമായി ഓടിയ സ്വകാര്യ വണ്ടി. തകരഷീറ്റിൻ്റെ മേൽക്കൂരയുമായിട്ടായിരുന്നു ആദ്യ യാത്രകൾ. സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഓടിത്തുടങ്ങി ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ രൂപം മാറി. കാലത്തിനനുസരിച്ച് കക്ഷി ഇപ്പോൾ ഫ്രീക്കനാണ്. ആയിരത്തി 1920 ഗോപാലകൃഷ്ണൻ്റെ പിറവി എന്ന് പറഞ്ഞല്ലോ. അതിന് തുടക്കക്കാരനായത് ശേഖരൻ എന്ന് പറയുന്ന ചവറ പൊന്മന സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ബസ്സിൻ്റെ തുടക്കം. 28 വർഷമായി ഈ ബസ്സിലെ കണ്ടക്ടറാണല്ലേ? കൊല്ലത്തെ ഏറ്റവും പ്രായം കൂടിയ ബസ്സാണ്. നല്ല സർവീസാണ്. എല്ലാവരുടെയും പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ നല്ല സർവീസായിട്ടാണ് ഇത് പോകുന്നതാണ്. അപകടങ്ങൾ അങ്ങനെ നമുക്ക് വളരെ വിരളമായിട്ടേ ഉണ്ടാകാറുള്ളൂ. ഇങ്ങനെ നമ്മളങ്ങനെ അകർച്ചയായിട്ട് ഓവർ സ്പീഡ് പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഇതിൽ കയറാനായിട്ട് കുറേ യാത്രക്കാർ ഇങ്ങനെ മാറി നിൽക്കും. എത്ര വണ്ടി ആയാലും കയറത്തില്ല, നമ്മുടെ വണ്ടി കയറും. കാര്യം അതിൻ്റെ ആ ഒരു രീതി ഇതിനകത്ത് വന്നാൽ അനാവശ്യം പറച്ചില്ലോ. പ്രായത്തിൻ്റെ പക്വതയാണ്. 105 വയസ്സായില്ലേ? അതുകൊണ്ടാണ്. ശരി. പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവൻ രക്ഷിച്ച കഥ കൂടി പറയാനുണ്ട് ഗോപാലകൃഷ്ണന്. ചവറയിൽ പണ്ടൊരു തൊഴിലാളി സമരം നടന്നു. തൊഴിലാളികളുടെ മർദ്ദനത്തിൽ ചവറ പോലീസ് ഇൻസ്പെക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതുവഴി വന്ന ഗോപാലകൃഷ്ണൻ ഇൻസ്പെക്ടർക്ക് രക്ഷകനായി. അദ്ദേഹത്തെ ആ ബസ്സിൽ ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചു. അതിൻ്റെ പ്രത്യുപകാരമായി മറ്റൊരു പെർമിറ്റ് കൂടി സർക്കാർ ഗോപാലകൃഷ്ണന് അനുവദിച്ചു. ചവറയ്ക്കും കൊടുമണ്ണിനും ഇടയിലുള്ള 13 പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള തപാൽ കൊണ്ടുപോകുന്നതും തിരികെ എത്തിക്കുന്നതും ഗോപാലകൃഷ്ണന്റെ ജോലിയാണ്. ഇന്നും ഇന്നലെയുമല്ല, 1949 മുതൽ. അതായത് 75 വർഷമായി ഗോപാലകൃഷ്ണൻ ഒരു പോസ്റ്റ്മാൻ കൂടിയാണ്. കെ ശേഖരന്റെ പിൻഗാമിയായി മക്കളായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, TS ചിദംബരം എന്നിവർക്കാണ് ബസ്സിന്റെ നടത്തിപ്പ്. ഗോപാലകൃഷ്ണന്മാരുടെ എണ്ണം 4 ചുരുങ്ങിയെങ്കിലും ഇങ്ങനെ ഗോപാലകൃഷ്ണൻ സർവീസ് നടത്തുകയാണ്. പല കഥകൾ പറയാനുണ്ട്, ഇനി പല കഥകൾ കാണാനുണ്ട്, ചരിത്രത്തിൻ്റെ ഭാഗമാകാനുണ്ട്. കൊല്ലത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബസ്സിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.